കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയെ വേർതിരിച്ചിട്ടാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നത്. നിലവിലുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണകൂടം അവിടുത്തെ ജനങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുന്നു, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നു, പുരുഷന്മാരെയൊക്കെ കൊന്നു തള്ളുന്നു, വംശഹത്യ നടത്തുന്നു, അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ അവിടെ പ്രതികരിക്കാനായിട്ട് ഒരു സായുധ സേന അല്ലെങ്കിൽ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് മുക്തി ബാഹിനി എന്ന് പറഞ്ഞൊരു സേന ഉണ്ടാക്കുന്നു. അവർ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി നമ്മുടെ ഇന്ത്യൻ ആർമി അവിടേക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ഇന്ത്യൻ ആർമി അവിടെ ചെന്ന് ഈ പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തി ഓടിക്കുകയാണ്. അങ്ങനെയാണ് 1971 ഒരു പ്രത്യേക മേഖല മാറ്റിയെടുക്കുന്നു. എന്നിട്ട് അതിന് ബംഗ്ലാദേശ് എന്ന് പേരിടുന്നു. ഒരു ഭരണാധികാരിയെ നിൽക്കുന്നു. ആ ഭരണാധികാരിയെ നൽകിയതിന് ശേഷവും ഇന്ത്യൻ സൈന്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം എന്താ, ആ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അവിടുത്തെ സൈന്യത്തിന് എങ്ങനെ സേവനം നൽകണം, ഇതൊക്കെ സഹായം നൽകാനായിട്ട്. അങ്ങനെ ഇന്ത്യയുമായി എല്ലാ കാലത്തും നല്ല ബന്ധമാണ് ബംഗ്ലാദേശിനുണ്ടായിരുന്നത്. ബംഗ്ലാദേശുമായി നമുക്ക് വ്യാവസായിക ബന്ധങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ ഈ ഭരണാധികാരികൾ മാറി മാറി വരുമ്പോൾ ഈ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾക്കത് വലിയ പ്രശ്നമില്ല. കാരണം ഒരു വശത്ത് പാകിസ്ഥാൻ വലിയ ശത്രുവാണ്, മറുവശത്ത് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ വലിയ ശത്രുവൊന്നുമില്ല. കാരണം അവരുടെ സൈന്യം എന്ന് പറയുന്നത് 40,000 മുതൽ 60,000 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഷേഖ് ഹസീന എന്ന് പറയുന്ന ഭരണകൂടത്തെ അമേരിക്കയുടെ സഹായത്തോടുകൂടി ജമാഅത്ത് ഇസ്ലാമിക്കാർ അട്ടിമറിക്കുന്നു.